ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് വിറ്റാൽ കിട്ടുന്ന പൈസയുടെ മൂല്യത്തെക്കാൾ വിലയുണ്ട് നിന്റെ മനസ്സിന്. ഇതുപോലൊരെണ്ണം വാങ്ങാൻ നീ എത്ര നാൾ അടുക്കള ജോലി എടുക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിന്റെ കൈ തന്നെ കിടക്കട്ടെ. അത് അച്ഛന്റെ കയ്യിൽ തന്നെയാ. എന്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഞാനത് എപ്പോഴേ നരേന്ദ്രേട്ടനെ ഏൽപ്പിച്ചെന്നെ. ശരി, ഞാൻ 6 ദിവസം കൂടി നോക്കാം. നീ പറഞ്ഞ വാക്ക് പാലിച്ചില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ പാലിക്കും. ഉറപ്പായിട്ടും 6 ദിവസത്തിനുള്ളിൽ ഞാൻ അച്ഛനെ കണ്ടുപിടിക്കും. ശരി ശരി, ഞാൻ നിന്നെ ഇടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിക്കാം. ചിലപ്പോഴേ നീ മറന്നുപോയാലോ? അയ്യോ, അതിന്റെ ആവശ്യമൊന്നും ഇല്ല നരേന്ദ്രേട്ടാ. ഞാൻ മറക്കില്ല. നീ മറക്കില്ല എന്ന് എനിക്കറിയാം. മറന്നാലേ നിന്റെ കാര്യം കട്ടപ്പുക. എങ്കിലും എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ നിന്നെ വിളിക്കാം. മണിമാലയുടെ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യാം. ഞാൻ വിളിക്കുമ്പോഴേ നീ ഫോൺ എടുക്കണം. ഉടായ്പ് പരിപാടി എന്റെ അടുത്ത് ഇറക്കിയ നീ ഉള്ളടുത്ത് വന്ന് ഞാൻ നിന്നെ തൂക്കും. പറഞ്ഞില്ലെന്ന് വേണ്ട. എന്താ മോളെ മുഖത്തൊരു കനം? നീ അന്ന് രാജയോഗം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് അതേപ്പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്തു പറ്റി? രാജയോഗം വേറെ ആരെങ്കിലും കൊണ്ടുപോയോ? നിന്റെ മുഖം കണ്ടിട്ട് എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. അന്നത്തെ നിന്റെ ബഹളം കണ്ടപ്പോഴേ എനിക്ക് തോന്നി പണി പാളാൻ സാധ്യതയുണ്ടെന്ന്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ എന്താടി ഒന്നും മിണ്ടാത്തത്? എലിസബത്ത് ഒന്ന് പോ. നിനക്കിത് എന്തു പറ്റി? എന്തായാലും നീ എന്നോട് പറ. എന്റെ എല്ലാ കാര്യങ്ങളും പറയാനായിട്ട് നീ എന്റെ ആരാടി? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. നീ എന്റെ കൂട്ടുകാരിയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്നാ മതി. എന്റെ എല്ലാ കാര്യത്തിലും നീ കയറി ഭരിക്കാനൊന്നും വരണ്ട. മനസ്സിലായല്ലോ? ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലാ. ക്യാഷ് ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാശിന്റെ കാര്യം ഓർത്ത് ഡോക്ടർ ചികിത്സ കൊടുക്കാണ്ടിരിക്കണ്ട. പണം ഞാൻ അടിച്ചോളാം. എങ്കിൽ വേറെ റിസ്ക് ഒന്നുമില്ല. ആളുടെ ജീവൻ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. താൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങ് പോന്നോ? ആശുപത്രിയിൽ കിടക്കുന്ന പുള്ളിക്കാരന് എങ്ങനെയുണ്ട്? സർജറി ഒക്കെ കഴിഞ്ഞോ? അത് നടക്കുമെന്ന് തോന്നുന്നില്ലടോ. എൻ്റെ കയ്യിൽ അത്രയും കാശില്ല. രമാമ്മയോട് ചോദിച്ചിട്ട് തന്നതുമില്ല. ഹോസ്പിറ്റലിൽ ഞാൻ നാണം കിട്ടും. അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടിപ്പോൾ സർജറി ചെയ്യാതെ പുള്ളിക്കാരന് വല്ലതും പറ്റിപ്പോയാൽ ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടത്തില്ല. ഇവിടുത്തെ തന്റെ അമ്മയോട് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്ക്. എന്നിട്ട് മാസാമാസമുള്ള ശമ്പളത്തിൽ നിന്ന് കുറച്ചു വീതം പിടിച്ചോളാൻ പറ. ഇല്ല, തരില്ല. എനിക്കുറപ്പാ. വേറെ വഴിയൊന്നുമില്ലേ? എൻ്റെ മുന്നിലൊന്നും തെളിയുന്നില്ല. എനിക്കോ അമ്മയ്ക്കോ പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാ ഇതേ ഉണ്ടായിരുന്നുള്ളൂ.
അത് സാരമില്ല. ഇപ്പൊ തന്റെ അത്യാവശ്യം നടക്കട്ടെ. അത് വേണ്ടടോ, ഇത് തന്റെ തന്നെ ഇരിക്കട്ടെ. അപ്പൊ സർജറി എങ്ങനെ നടത്തും? ഇത് പണയം വെച്ചാ എത്ര കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല. തികഞ്ഞില്ലെങ്കിൽ വിറ്റേക്ക്. കയ്യില് കാശില്ലാത്തതിന്റെ അവസ്ഥ എനിക്കറിയാം. അതാ ഞാനിത് തരുന്നത്. സർജറി നടന്നില്ലെങ്കിൽ താൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് വല്ലതും പറ്റിപ്പോയാ തന്റെ സമാധാനക്കേട് എനിക്കും ഉണ്ടാവും. ഇപ്പൊ ആ പുള്ളിയുടെ ജീവനാ വലുത്. വളയൊക്കെ എപ്പോ വേണമെങ്കിലും വാങ്ങാലോ. ഇതാ പിടിക്കേ. വേഗം പോ. ആശുപത്രിയിൽ പോയി പൈസ അടയ്ക്ക്. ആ, നീ പുറത്തു പോയിട്ട് പോകുന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ആ, ഇതെന്താ വളയൊക്കെ? ഇത് ചിന്നുമോടെ കൈ കിടന്നയല്ലേ? അതെന്തിനാ നിനക്ക്? പറയാം. ചിന്നു, എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്ത് തരുമോ? അച്ഛാ, അത് പിന്നെ നീ കാര്യം പറ മഹി. കാശിന്റെ കാര്യം ഓർത്ത് ഡോക്ടർ ചികിത്സ കൊടുക്കാണ്ടിരിക്കണ്ട. പണം ഞാൻ അടിച്ചോളാം. ഈ കാർഡ് ബ്ലോക്ക് ആണല്ലോ സർ. ഇതും ബ്ലോക്കാണ്. അതമ്മേ, എനിക്കൊരു അത്യാവശ്യത്തിന് കുറച്ച് കാശ് വേണമായിരുന്നു. ഞാനും അർജുനും പണം ഉണ്ടാക്കുന്നത് നിനക്കിങ്ങനെ ദൂർത്തടിക്കാനല്ല. ഒരു ചില്ലി കാശ് എന്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കേ വേണ്ട. നിനക്ക് എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? അച്ഛനിതറിഞ്ഞ അമ്മയുടെ വഴക്കിന് പോകുന്നു എഴുതി. ഇപ്പൊ ഇത് കിട്ടിയല്ലോ, അച്ഛനായിട്ട് വഴക്കിനൊന്നും പോകരുത്. അത് പിന്നീടുള്ള കാര്യമല്ലേ. നീ ആ വളയിങ്ങെടുത്തേ. മോളെ, ഇവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവൻ നിന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോ നീ വളയൊരുക്കി കൊടുത്തു. ഇത് വിറ്റാൽ കിട്ടുന്ന പൈസയുടെ മൂല്യത്തെക്കാൾ വിലയുണ്ട് നിന്റെ മനസ്സിന്. ഇതുപോലൊരെണ്ണം വാങ്ങാൻ നീ എത്ര നാൾ അടുക്കള ജോലി എടുക്കണമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇത് നിന്റെ കൈ തന്നെ കിടക്കട്ടെ. അതോർത്ത് നീ വിഷമിക്കണ്ട. അവൻ ആവശ്യമുള്ള കാശ് ഞാൻ കൊടുത്തോളാം. ദാ, നീ ഇത് പിടിക്ക്. ആ, പിടിക്കുന്നേ. ആ, നീ വാ, ഞാൻ എന്റെ ക്രെഡിറ്റ് കാർഡ് എടുത്തു തരാം.